കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന പല്ലവിയുടെ കുറച്ച് തന്ത്രങ്ങളാണ്. ഇന്ദ്രനെ അങ്ങനെ മാളത്തിൽ നിന്ന് പുറത്തിറക്കാനായി വേണ്ടിയിട്ട് പല്ലവി കുറച്ച് തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് തന്നെ കണ്ടു. അവസാനം പല്ലവി ആ തീരുമാനം എടുക്കുകയാണ്. നിരഞ്ജന മാഡം പറയുന്ന അങ്ങോട്ട് അനുസരിക്കുക. ഇന്ദ്രനെ എങ്ങനെ പുറത്തു കൊണ്ടുവന്നേ മതിയാവുള്ളൂ. താൻ തെറ്റ് ചെയ്തിട്ടിരുന്ന എല്ലാവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം. അതല്ലെങ്കിൽ തന്റെ ജോലിയെ ബാധിക്കും. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ തന്റെ അച്ഛനും അമ്മയ്ക്കും തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റാതാവും. അതിനേക്കാൾ ഉപരി അത് പൂർണിമയുടെ കുടുംബത്തെ വല്ലാതെ ബാധിക്കും. അതൊക്കെ പല്ലവിക്ക് നന്നായിട്ടറിയാം. അപ്പൊ ഏറ്റവും നല്ല മാർഗം അവനെ പുറത്തിറക്കാന്നുള്ളതാണ്. പിന്നീട് പല്ലവി സേതുവിനെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ പല്ലവിനെ കണ്ടു കഴിഞ്ഞപ്പോ മാഷിനും ശോഭയ്ക്കൊക്കെ ഭയങ്കര സന്തോഷേ. അവർ ഓടി വരുന്നുണ്ട്. പല്ലവിനെ കെട്ടിപ്പിടിച്ചിട്ട് ശോഭ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ആകെപ്പെട്ട് ടെൻഷൻ അടിച്ചു പോയായിരുന്നു. എന്റെ മോള് ഒരിക്കലും എനിക്ക് ആ തെറ്റ് ചെയ്യില്ലെന്നറിയാം. പക്ഷെ എന്നാലും മനസ്സിന്റെ ഏതോ ഒരു കോണിലൊരു വിങ്ങല്. ആദ്യമായിട്ടല്ലേ എന്റെ മോള് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും വിഷമം എനിക്കുണ്ടായിരുന്നു പറയാം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലോ അമ്മേ. ഇതിനു മുമ്പ് ഞാൻ ഇന്ദ്രനെതിരെ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിരഞ്ജന മാഡത്തിന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. പിന്നെ പോരാത്തേന് സേതുവേട്ടൻ പുറത്തുണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ? എനിക്കൊരു ഭയവും തോന്നിയില്ലെന്ന് പറയാം. എന്നാലും മോളെ, ആ ഇന്ദ്രൻ അവനൊരു ചതിയനാണ്. അവനെ സൂക്ഷിക്കണമെന്ന് പറയാം. അവൻ മരിച്ചിട്ടില്ല. പാറു എന്നോട് പറഞ്ഞു അവൻ മരിച്ചിട്ടുണ്ടായിരിക്കില്ലെന്ന്. അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോളെ അന്വേഷിച്ചു വരുമെന്ന് പറയാം. അതൊക്കെ എനിക്ക് അറിയാമേന്ന് പറയണം. മോളെ മനഃപൂർവ്വം കൊടുക്കാൻ തന്ത്രങ്ങൾ മെനയുമായിരിക്കും അവനെന്ന് പറയാം. മാഷ് പറഞ്ഞു, അതെ മോളെ, നീ ഒന്ന് സൂക്ഷിക്കുന്നല്ല, മിക്കവാറും അവന് ഉപദ്രവിക്കാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കുമാണ് പാറു ഇങ്ങോട്ട് വരുന്നത്. പല്ലവിനെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പല്ലവി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് സേതുവിനോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശോഭ പറഞ്ഞു, ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാന്ന് പറയണം. സേതു പറഞ്ഞു, വേണ്ട, ചായ ഞങ്ങൾ കുറച്ചു മുമ്പ് കുടിച്ചോളൂ അമ്മേ, ഞാൻ പെട്ടെന്ന് പോണെന്ന് പറയണം. ഇത് കേട്ടതും ശോഭ പറഞ്ഞു, അല്ല മോളെ, നീ ഇപ്പൊ പോവുകയാണോ? ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോലും നീക്കും. പറ്റില്ലമ്മേ, എനിക്ക് പോയിരിക്കാൻ പറ്റില്ല, എനിക്ക് പോണെന്ന് പറയാം. അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അല്ല, ഇനിയിപ്പൊ നിന്റെ ജോലിനെ ബാധിക്കുമോ മോളെ എന്ന് മാഷി ചോദിക്കണം. അതൊന്നും എനിക്ക് അറിയത്തില്ല അച്ഛാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇനിയിപ്പം ഞാൻ നിരപരാധിയാന്ന് അറിഞ്ഞാൽ മാത്രമേ ഒരു പക്ഷേ സ്കൂളിലേക്കാണെങ്കിലും എന്നെ എടുക്കുള്ളായിരിക്കും. അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെ മുന്നിൽ ഇപ്പം ഞാനൊരു കൊലയാളിയായിട്ട് നിൽക്കുവാണല്ലോ, എനിക്കത് മാറ്റിയെടുക്കണമെന്ന് പറയണം. അല്ല, എന്ത് ചെയ്യാനാ ചേച്ചിയുടെ പ്ലാൻ എന്ന് പാറി ചോദിക്കുക. ഒന്നും ഞാനങ്ങോട്ട് തീരുമാനിച്ചില്ല, ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ എന്തിനും ഏതിനും ഒപ്പം നിരഞ്ജന മാഡം ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. വേണ്ടുന്ന സഹായങ്ങളൊക്കെ മാഡം ചെയ്തു തന്നോളും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിയില്ല. അച്ഛനും അമ്മയും വിഷമിക്കും വേദനിക്കും ഒന്നും വേണ്ട കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് താങ്ങായും തണലായും പൊന്നുംപടം കുടുംബമുണ്ട്, സേതുവേട്ടനുണ്ട്. ദേ അമ്മയെപ്പോലെ തന്നെ സ്നേഹമുള്ള ഒരു അമ്മ അവിടെ പൂർണ്ണാമ്മ എനിക്കുള്ളേ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും അമ്മ വിഷമിക്കണ്ടെന്നൊക്കെ പറയണം. ശരി മോളെ എന്ന് പറയണം. പിന്നീട് എന്നാ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിട്ടാണ് പല്ലവി പോയത്. പോരുന്ന സമയത്ത് പല്ലവി പറഞ്ഞു, അവർക്കൊന്നും അറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്നുള്ള കാര്യം. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും എന്നെ അതിന് സമ്മതിക്കത്തില്ല. അവർക്ക് അത്രമാത്രം വേദന തോന്നും. അവർക്ക് എന്റെ ജീവനെ എന്തിനേക്കാളും വലുതെന്ന് പറയാണ്. പിന്നീട് പൊന്നുമടത്തിലേക്ക് വരുവാണ് സേതും പല്ലവിയും കൂടെ. പല്ലവി വന്നതിന് ശേഷം തന്റെ ബാഗിനകത്ത് കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുവാണ്. അപ്പോഴേക്കും സേതു എന്നിട്ട് ചോദിച്ചു, അല്ല എടുത്തു വെച്ചല്ലോ, പേടി എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. എന്തിനാ പേടിക്കണേ? ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്ത് സേതുവേട്ടനുണ്ട്, നിരഞ്ജന മാഡം ഉണ്ട്. ഞാനൊന്ന് ഫോൺ ചെയ്ത് എല്ലാവരും ഓടി വരത്തില്ലേന്ന് ചോദിക്കാം. അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല മോൾ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക. പിന്നീടാണ് പല്ലവി ആ കാര്യങ്ങൾ പറയണേ, നിരഞ്ജന പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ പോകുന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അമ്മയെന്ന് പറയണേ. ഇന്ദ്രപ്രസ്ഥത്തിലേക്കാ? അതെന്തിനാ? അത് പൂർണ്ണാമേ കാര്യമുണ്ടെന്ന് പറയണേ. പിന്നീടാണ് നിരഞ്ജന പറഞ്ഞ കാര്യങ്ങൾ പറയണേ. അവനെ പുറത്തിറക്കണമെങ്കിൽ ഇന്ദ്രനെ പുറത്തിറക്കണമെങ്കിൽ താൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നേ മതിയാവുള്ളൂ. താൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് വരും. അങ്ങോട്ട് വരുമ്പോൾ അവനെ പിടികൂടണം. അതാണ് നിരഞ്ജന മാഡത്തിന് കൂട്ടുകാരുടെ പ്ലാൻ എന്ന് പോലീസാടെ. അല്ലാതെ ഒരു കാരണവശാലും അവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല. പല്ലവി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പല്ലവിനെ കാണാൻ വരാതിരിക്കാനും അവന് പറ്റത്തില്ല. അങ്ങനെ വരും. അപ്പൊ അവനെ പിടികൂടാൻ വേണ്ട. ഇത് കേട്ടോ പൂർണ്ണം പറഞ്ഞു, വേണോ മോളെ, റിസ്ക് നീ ഏറ്റെടുക്കണേന്ന് പറയാം. ഒരു റിസ്ക്കും ഇല്ലമ്മേ, കുഴപ്പമൊന്നുമില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കും, എനിക്കൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണേ മോളെ. ഇത് കേട്ടതും സേതു പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണ. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ അച്ചു ഓടി വന്നിട്ട് ചോദിച്ചു, പല്ലവി ചേച്ചി പോവാണെന്ന് ചോദിക്കാം. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചെന്ന് പറയാം. അല്ല എങ്ങോട്ടാ പോണേ? അത് ഞാന്
ഇപ്പൊ ഞാൻ തീരുമാനിച്ചില്ല, വീട്ടിലേക്ക് പോകാൻ ഓർത്താ ഇരിക്കണേന്ന് പറയാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പിന്നീട് ഓർത്തു ഇപ്പൊ പറയണ്ട, പറഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെ പല്ലവി പോയി കഴിഞ്ഞു ഋതുവിന്റെ അടുത്തേക്ക് സ്വാതി ഓടി ചെല്ലുവാണ്. സ്വാതി ഓടി ചെன்று പറഞ്ഞു, ഒരു ശല്യം അങ്ങനെ ഒഴിഞ്ഞു കിട്ടിയെന്ന് പറയാം. ആരുടെ? അവള് പോയി, ആ പല്ലവി പോയെന്ന് പറയണേ. പോയോ? അതിപ്പൊ ഞാൻ കണ്ടിട്ടാ വന്നിരിക്കുന്നേ. അവളെ എങ്ങോട്ടാ പോയത്? അവളുടെ വീട്ടിലേക്ക്. അല്ലാതെ പിന്നെ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. അത് കൊള്ളാലോ. അന്നാ പിന്നെ ഇത് അവൾക്ക് നേരത്തെ ചെയ്താ പോരായിരുന്നോ? അന്നാ പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവായിരുന്നോ? ഇപ്പോഴാ മനുഷ്യന്റെ ഒരു മനസമാധാനമായത് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ. ഇനി ഇവിടെ ഒരു ശുദ്ധി കലശം തന്നെ നടത്തണമെന്ന് അറിയാം. എത്ര നാളത്തേക്കൊന്നും അറിയത്തില്ല. ഇവിടുത്തെ വല്യേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? മിക്കവാറും പോയി കൂട്ടിക്കൊണ്ട് വരത്തുള്ളൂ എന്ന് പറയാം. ഋതു പറഞ്ഞു, ഇനി അവള് വന്നാൽ അവളെ ഈ വീട്ടിൽ കയറ്റില്ലെന്ന് പറയാം. സ്വാതി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എനിക്ക് അമ്മ സമ്മതിക്കും തോന്നില്ലെന്ന് പറയാണ്. പിന്നീട് സേതു പല്ലവിനെ കൊണ്ട് പോകുന്ന വഴിക്ക് സേതുവിന് നല്ല വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. സേതു 2-3 വട്ടം ചോദിച്ചു പല്ലവിയോട്, പല്ലവി പ്രശ്നമൊന്നുമില്ലോ, എനിക്ക് എന്ത് വിഷമോ? എനിക്ക് വിഷമോ ഇല്ല, ടെൻഷനും ഇല്ല എന്ന് പറയണം. പിന്നീട് നിരഞ്ജന മാഡത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, അതെ മാഡം, ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം. പല്ലവി ധൈര്യമായിട്ട് പൊക്കോ. എപ്പോഴും ഒരു പോലീസിന്റെ നിരീക്ഷണം അവിടെ ഉണ്ടായിരിക്കും. പല്ലവിയുടെ മേർക്ക് ഒരു ഉപദ്രവ കാര്യങ്ങളൊന്നും വരത്തില്ല. എന്തേലും പല്ലവിക്ക് അസ്വാഭാവികം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഒന്ന് മിസ് കോൾ അടിച്ചാൽ മതി. പിന്നെ അറിയാലോ, ഞങ്ങൾ അവിടെ പറഞ്ഞെത്തിക്കോളാം, പല്ലവിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. അങ്ങനെ പല്ലവിക്ക് ധൈര്യം കൊടുക്കുക. ഗേറ്റിന്റെ വെളിയിൽ സേതു പല്ലവിനെ കൊണ്ട് ഇറക്കി വിട്ടു. പല്ലവി ബായൊക്കെ എടുത്ത് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് സേതുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. സേതുവിനെ കണ്ണ് നിറഞ്ഞു വന്നു. വല്ലാത്തൊരു പേടിയും വിഷമമൊക്കെ ഉണ്ട്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ദ്രനെ എങ്ങനെയും പുറത്തിറക്കിയാലേ മതിയാവുള്ളൂ. അങ്ങനെ പല്ലവി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി ചെല്ലുവാണ്. കയറി ചെല്ലുന്ന സമയത്ത് രാജലക്ഷ്മിയാണ് വന്ന് വാല് തുറക്കുന്നത്. അവളെ കണ്ടത് രാജലക്ഷ്മി ഒരു നിമിഷം അമ്പരുന്നു. നീ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ടപടി രാജലക്ഷ്മിയെ വാങ്ങി മാറ്റി പല്ലവി അകത്തേക്ക് കയറുവാണ്. പെട്ടെന്ന് രാജലക്ഷ്മി പുറകെ വന്നിട്ട് പറഞ്ഞു, അവിടെ നിൽക്കുക, നീ അങ്ങോട്ടേ കയറി പോണേന്ന് ചോദിക്കാം. അപ്പോഴേക്കും അംബികാമയും വിശ്വമൊക്കെ അങ്ങോട്ട് വന്നു. അംബികാമ ചോദിച്ചു, ഇതേതാ രാജലക്ഷ്മി ഈ പെൺകുട്ടിന്ന് ചോദിക്കാം. ഇതാണ് ഇന്ദ്രന്റെ ഭാര്യയായിരുന്നവള്. ഇന്ദ്രനെ കൊല്ലാനായിട്ട് ശ്രമിച്ചുള്ള ഇവളാന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങള്. പെട്ടെന്ന് വിശ്വം പറഞ്ഞു, അല്ല പല്ലവി ചേച്ചി എന്താ ഇവിടെന്ന് ചോദിക്കാം. അത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞു, ഇറങ്ങിക്കോണം, നീ പെട്ടിയും പ്രമാണവും ആയിക്കോട്ടെ, എങ്ങോട്ടാന്ന് ചോദിക്കാം. അതെ, ഇതെന്റെ ഭർത്താവിന്റെ വീടല്ലേ, ഞാൻ ഇവിടെ നിൽക്കേണ്ടവളല്ലേ, ഞാൻ എങ്ങോട്ട് പോകാനമ്മേ? അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എന്നോടൊന്ന് പൊറുക്കണം കേട്ടോ. ഞാൻ ഇന്ദ്രേട്ടന്റെ ഭാര്യയല്ലേ, ഇനി നല്ല ഭാര്യയായിട്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. അല്ല, ഞാൻ പിന്നെ ഓർത്തെ, ഞാൻ എന്തിനാ വേറെ വീട്ടിൽ പോയി നിൽക്കുന്നേ? ഇന്ദ്രേട്ടനോടൊപ്പം അല്ലേ ഞാൻ താമസിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. ഇത് കേട്ടോ രാജലക്ഷ്മണി, വേണ്ട, അതൊന്നും ശരിയാകത്തില്ല, നീ ഇവിടെ ഒന്നും ശരിയാകത്തില്ലെന്ന് പറയാം. അങ്ങനെ പറയല്ലമ്മേ. പെട്ടെന്ന് അംബിക പറഞ്ഞു, നീ എന്താ രാജലക്ഷ്മി പറയണേ? അവന്റെ ഭാര്യയല്ലേ, അവൾക്ക് ഇവിടെ അവകാശമല്ലേ, അവൾ ഇവിടെ നിന്ന് എന്താ കുഴപ്പമിരിക്കുന്നേ? മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കണം. കൊള്ളാം, സുന്ദരിയാട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല സ്വഭാവം തോന്നുന്നെന്ന് പറയാം. ഇത് കേട്ടപ്പം വിശ്വം പറഞ്ഞു, അല്ല പല്ലവി ചേച്ചി ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്താ വിശ്വം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചെന്ന് പറയാം. ഇന്ദ്രേട്ടൻ തിരിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയെ ഞാനിവിടെ കഴിഞ്ഞോളാം. ഇന്ദ്രേട്ടൻ മരിച്ചിട്ടില്ല എന്ന് എന്റെ മനസ്സ് പറയണേ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. ഇനിയിപ്പം മരിച്ചു പോയാൽ തന്നെ ഇന്ദ്രന്റെ വിധവയായിട്ട് ഇവിടെ കഴിയാൻ എന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് പല്ലവി നേരെ ഭാഗം എടുത്തോണ്ട് ഇന്ദ്രന്റെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് വിശ്വം വന്നിട്ട് പറഞ്ഞു, പല്ലവി ചേച്ചി രണ്ടും കൽപ്പിച്ചുള്ള വരവാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. രാജലക്ഷ്മി പറഞ്ഞു, അവള് വെറുതെ ആയിരിക്കില്ല വന്നിരിക്കുന്നത്, അവള് ഈ കുടുംബം കുട്ടിച്ചോറാക്കാൻ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നേ. അംബികാമ്മ പറഞ്ഞു, അവള് വരട്ടെ, നിനക്ക് എന്താ കുഴപ്പം? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിൽക്കും? അത് പിന്നെ അമ്മേ, ഇത്ര നാളും അവള് വന്നില്ലെന്നും പറഞ്ഞിട്ടാണല്ലോ. ആ കുട്ടീനെ കണ്ടറിയാം, നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി. നിന്റെ മകന്റെ കയ്യിരിപ്പോണ്ട് അവന്റെ ജീവിതം താർന്നു പോയന് നീ ആ പെൺകുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ രാജലക്ഷ്മി എന്ന് ചോദിക്കാം. ഇവിടെ രാജലക്ഷ്മി പറഞ്ഞു, എന്റെ അമ്മേ, മനുഷ്യ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ അമ്മയുടെ ഒരു പറച്ചില്, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട് അവിടുന്ന് എന്നും പറഞ്ഞ് രാജലക്ഷ്മി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവാ. എങ്ങനെ ഈ ഇന്ദ്രനെ വിവരം ഒന്ന് അറിയിക്കും അവളിവിടെ വന്ന് കേറിയിട്ടുണ്ടെന്നുള്ള കാര്യം? പിന്നീട് രാജലക്ഷ്മി ഓർത്തു, കഴിഞ്ഞ ദിവസം ഇന്ദ്രന്റെ നമ്പറിൽ നിന്ന് വിളിച്ചായിരുന്നു, ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക. ഭാഗ്യം ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ രാജലക്ഷ്മി വിളിച്ചിട്ട് പറഞ്ഞു, മോനേന്ന് വിളിക്കുകയാണ്. എന്താ അമ്മ എന്താ ഈ നമ്പറിലേക്ക് വിളിച്ചെന്ന് ചോദിക്കുക. അത് മോനെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ച, കാര്യം പെട്ടെന്ന് പറ. അത് പിന്നെ ആ പല്ലവി ഉണ്ടല്ലോ, അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാ. ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തില് അവൾ എന്തിനാമേ വന്നേ? എന്റെ മോനെ, അതൊന്നും എനിക്കറിയത്തില്ല, ഭായം കെട്ടിപ്പറിക്കാണ്ടാ വന്നിരിക്കുന്നേ. അവൾ ഇനി ഇവിടെ താമസിക്കുന്നുള്ളെന്ന് നിന്റെ ഭാര്യയാന്ന് പറഞ്ഞുകൊണ്ട് അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുക. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, നീ മരിച്ചു കഴിഞ്ഞെന്ന് കരുതി നിന്റെ സ്വത്തുക്കളുണ്ടല്ലോ അതൊക്കെ തട്ടിയെടുക്കാൻ വന്നാന്ന് തോന്നേ. അവൾക്ക് ഇനിയിപ്പോ അവകാശം പറയാലോ. ഇന്ദ്ര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവള് മിക്കവാറും കോടതി പോയി മിക്കവാറും നീ മരിച്ചെന്ന് കാണിച്ചിട്ട്
സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാന്ന് തോന്നിയെന്ന് പറയാം. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അമ്മയെന്ന് പറയാ. അതെന്താ, ഞാൻ ജീവിച്ചിരിപ്പില്ലേ? പിന്നെ നീ ജീവിച്ചിരിപ്പണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള തെളിവൊന്നും ഇല്ല, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. അവള് വല്ല കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കുക. അമ്മ ധൈര്യമായിട്ടിരിക്കുക, അവള് വന്നല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ മനസ്സ് മാറി വന്നാണോ? അതൊന്നും എനിക്കറിയത്തില്ല, മനസ്സ് മാറിയാണോ മാറാതെയാണോ എന്ന്. അവൾ ഇവിടെ താമസിക്കണമെന്നും പറഞ്ഞാ വന്നിരിക്കുന്നേ. ഇത്ര പെട്ടെന്ന് മനസ്സ് മാറാൻ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറയാ. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, അമ്മ വെക്ക്, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അമ്മേ, എനിക്ക് അവിടെ വരണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇടിവെട്ടേറ്റ പോലെ രാജലക്ഷ്മി നിൽക്കുകയാണ്. അവൻ വന്ന ആകെപ്പാടെ പ്രശ്നമാകുമല്ലോ, പണി പാളുമല്ലോ എന്ന് ഓർത്തോണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.